ഇത്രയും മധ്യസ്ഥ പ്രാർത്ഥനക്കാർ നമുക്കുണ്ടെങ്കിലും എമ്മാവൂസിൽ വന്ന് കുറച്ചു ദിവസം താമസിച്ച് ഇവിടുത്തെ നിത്യാരാധന ശുശ്രൂഷയിലൂടെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി കൂടുതൽ ആള് വേണം. വേണോ? വേണം. പക്ഷെ എനിക്ക് പറ്റില്ല. വേണം, നല്ലതാണ്. പക്ഷെ എനിക്കിപ്പോ ഇത്ര സൗകര്യക്കുറവുണ്ടല്ലേ. പ്രാർത്ഥനയുടെ ഒരു കാര്യം അതാണ്, നമ്മള് എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ വരാട്ടോ. മനസ്സിലായോ? അത് എന്ത് പറയണ മാതിരിയാ, നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ തരാട്ടോ എന്ന് പറയണ തുല്യമാണ്. പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം പോരാ, പ്രാർത്ഥനയ്ക്ക് ഒരു മുൻ എന്താ പറയണത്, ഒരു ഒന്നാം സ്ഥാനം. ഒന്നാം സ്ഥാനം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ബാക്കി എല്ലാ ജോലി കഴിഞ്ഞിട്ട് ഞാൻ നോക്കട്ടെ, സമയമുണ്ടെങ്കിൽ വരാം എന്നതല്ല. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അതിന് വലിയ ശക്തിയൊന്നുമില്ല. പിന്നെ കർത്താവ് എന്തെങ്കിലും തരാണ്ടിരിക്കില്ല. പക്ഷെ അതിന് മറിച്ച് പ്രാർത്ഥനയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് എനിക്ക് വളരെയധികം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അവിടെ വന്ന് പ്രാർത്ഥിക്കും, എന്നിട്ട് ബാക്കി കാര്യം മതി. അതാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകേണ്ട മറ്റൊരു ഒരു 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 ശൈലി അല്ലെങ്കിൽ ഒരു വീക്ഷണം. എന്താ? മനോഭാവം. അപ്പൊ ഈ എമ്മാവൂസിൽ ഇത്രയും സൗകര്യം നമുക്കുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിച്ച് രാവും പകലും ആരാധിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്താം. നമ്മൾ ഈ 1-1.5 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കണോണ്ടൊന്നും വലിയ കാര്യം നടക്കാൻ പോലില്ല. ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒരു കുടുംബത്തിന് വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പറഞ്ഞേ, ഓ നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനക്കാരിയാണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ, ഞങ്ങൾ ഭയങ്കര പ്രശ്നമാണ്, എപ്പോഴും പൊട്ടിത്തെറിയാണ്, അധികം താമസിയാതെ ഞങ്ങളുടെ കുടുംബം ചിലപ്പോൾ പിരിഞ്ഞെന്ന് വരും, നമ്മൾ എന്തോരം പ്രാർത്ഥിക്കും പറയും. നമ്മൾ പറയും ഞാൻ ഇന്ന് കൊന്തയില്ലുമ്പോൾ രഹസ്യം ചെല്ലിക്കോളാട്ടോ ഇല്ലേ. ഇതിൽ കൂടി നമ്മൾ ഉപസിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ സമൂഹത്തിലും ഉള്ള പ്രശ്നങ്ങളുടെ പരിഹാരം ഈ ഒരു രഹസ്യം ചെല്ലുകൊണ്ടൊന്നും മാറാൻ പാടില്ല. അപ്പൊ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു കാര്യം, ഈ പ്രശ്നങ്ങളുടെ പർവ്വതം മല പോലെയുള്ള പ്രശ്നമാണ്. ആ മലയെ മാറ്റാൻ ആവശ്യമുള്ള നിരന്തരം പ്രാർത്ഥന, പല വിധത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കണം. പ്രാർത്ഥിച്ചാൽ മല മാറുമോ? നമുക്കൊന്ന് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആ വലിയ ശക്തി മനസ്സിലാക്കണം. ഒരിക്കൽ ഇപ്പൊ സാധാരണ ആൾക്കാർ പറയാറുള്ളത് ആ അത്തിമരത്തിനെ ദൈവം ശപിച്ചു എന്നാ പറയുന്നത് ഇല്ലേ. എന്തിനാ ശപിച്ചത്? ബലം തരാത്തതുകൊണ്ട്. ബലം തരാത്തതുകൊണ്ട് ഒരു അത്തിമരത്തിനെ ശപിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഭർത്താവിന്? ബലം തരുന്നത് ആരാ? ബലം ഉണ്ടാക്കുന്നത് ആരാ? ദൈവം. പിന്നെ ബലം തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ശപിക്കേണ്ട വല്ല ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാം വിചാരിച്ചിരിക്കുന്നത് അത്തിമരത്തിന് ബലം തരാത്തതുകൊണ്ട് ശപിച്ചു എന്നാ വിചാരിച്ചിരിക്കണേ? അല്ലാന്നായിപ്പോ. അതാണ് നമ്മൾ ഈ വചനത്തിനെല്ലാം ആഴമായ അർത്ഥം മനസ്സിലാക്കണം. അത്തിമരത്തിനെ ബലം തരാത്തോണ്ട് ശപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നാൽ പിന്നെ പ്രാർത്ഥിക്കാൻ എങ്ങനെയെങ്കിലും ശക്തി ഉണ്ടാവും. അത് പ്രാർത്ഥനയെ കുറിച്ചുള്ള ഒരു പാഠം പഠിപ്പിക്കുകയാണ് ഈശോ. അത്തിമരം ഫലം തരുന്ന കാലമല്ലായിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? ഇപ്പൊ മാമ്പഴക്കാലം അല്ലെങ്കിൽ മാവിന് മാമ്പഴം ഉണ്ടാവും, പിന്നെ അതിനെ ശപിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ ശപിച്ചു എന്ന വാക്ക് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊക്കെയാണ് ഈ മലയാള ഭാഷയുടെ ഒരു പ്രത്യേകത. ചില പദങ്ങള് അതിനകത്തുള്ള അർത്ഥം അതിൻ്റെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കും. ഇപ്പോൾ അണലി സന്തതികളെ എന്ന് വിചാരിച്ച പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും അവരെ വഴക്ക് പറഞ്ഞ മാതിരിയാണ് അല്ലേ.
അണലിപ്പാമ്പിൻ കുഞ്ഞുങ്ങളെ എന്ന് പറയുകയാണെങ്കിലോ വഴക്ക് പറഞ്ഞ് തോന്നണില്ല അല്ലേ? അതല്ലേ ഈശോ പറഞ്ഞതിന്റെ അർത്ഥം? അണലിപ്പാമ്പിൻ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അകത്ത് വിഷം ഉണ്ടായിരിക്കെ നിങ്ങൾക്ക് എങ്ങനെ നന്മ ചെയ്യാൻ പറ്റും? വിഷം നിങ്ങളുടെ അകത്ത് വന്നത് നിങ്ങളുടെ കുറ്റമാണോ? ആ പാമ്പും കുഞ്ഞിന്റെ കുറ്റമാണോ വിഷം വന്നത്? തള്ളപ്പാമ്പിന്റെ കുറ്റമാണോ വിഷം വന്നത്? പിന്നെ എങ്ങനെ വന്നു ഈ വിഷം? അത് ഒറിജിനൽ ഉത്ഭവപാപമാണ്, ജന്മപാപമാണത്. അപ്പോ ഈ മനുഷ്യകുലം മുഴുവനും പാപം ചെയ്യുന്നത് അവരുടെ കുറ്റമാണോ? പറയാനിത്തിരി പേടി. അതാണ് നമ്മൾ സത്യം അറിയണം. ജന്മപാപമാണ്. ഈ അണലി തള്ളപ്പാമ്പില് വിഷമുണ്ടായി, അതിങ്ങനെ പറന്നു പോകുന്നു എന്ന പോലെ എല്ലാ മനുഷ്യരിലും പാപമുണ്ട്. അത് അവരാരുടെയും കുറ്റമല്ല. അത് അകറ്റാൻ വേണ്ടിയാണ് ദൈവം തമ്പുരാൻ തൻ്റെ മകനെ അയച്ചിരിക്കുന്നത്. ഓക്കെ, അത്തിമരത്തിനെ ഈശോ പറഞ്ഞു കാണും. അപ്പൊ ഈ അത്തിമരത്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ഇല വളരെ വലുതായിട്ടിരിക്കും. അപ്പോൾ ഒരു വലിയ അത്തിമരം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മല പോലെ തന്നെ ഇരിക്കുക. ഒരു വലിയ മല പോലെ തന്നെ ഇരിക്കും ഒരു വലിയ അത്തിമരം, നിറച്ചു വലിയ ഇലകളായിട്ട്. അങ്ങനെ ഇരുന്ന അത്തിമരത്തിന്റെ മുൻപിൽ നിന്ന് ഈശോ പറഞ്ഞു, നീ ഉണങ്ങിപ്പോവുക. പിറ്റേ ദിവസം രാവിലെ അതിലെ പോരുമ്പോ ഈ മല പോലെ നിന്ന ആ മരത്തിൽ ഒറ്റ ഇലകളും ഇല്ലാണ്ട് അതെല്ലാം ചുവടെ കിടക്കണം. അപ്പോ എല്ലാവരും അത് കണ്ടവര് കംപ്ലീറ്റ് അതിശയിച്ചു ഇല്ലേ? അത് നോട്ടീസ്, അത് ശ്രദ്ധിക്കാതെ ആർക്കും അതിൽ പോകാൻ പറ്റില്ല. അപ്പോ കർത്താവിനോട് പറഞ്ഞു, പത്രോസ് പറഞ്ഞു, കർത്താവേ, ഇന്നലെ അങ്ങ് ഉണങ്ങാൻ പറഞ്ഞ ആ അത്തിമരം ഉണങ്ങിപ്പോയിരിക്കും, മുഴുവനും ഉണങ്ങിപ്പോയിരിക്കുന്നു. ഞാൻ മനഃപൂർവ്വം ആ ശാപം എന്നുള്ള വാക്ക് ഉപയോഗിക്കാത്തതാണ്. കർത്താവ് അനുഗ്രഹത്തിന്റെ കർത്താവാണ്. കർത്താവ് എന്ത് ചെയ്താലും അനുഗ്രഹം മാത്രമേ അതിൽ നിന്നുണ്ടാവൂ. മരമേ നീ ഉണങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ കർത്താവിന് എന്തോ അനുഗ്രഹത്തിന്റെ ഒരു വഴി തുറക്കാനുണ്ട്. എല്ലാവരും കൈവീശിയേ. ഓ, എന്റെ വാക്കുകൾ ഇത്ര മധുരമുള്ളതാണോ നിങ്ങളെ ഇങ്ങനെ ഉറക്കാൻ? കർത്താവ് പറയുകയാണ്, ഞാൻ ഈ അത്തിമരത്തിനോട് ചെയ്തത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, ഇത് പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ ഈ പാവം അത്തിമരം. അത്തിമരമല്ല, അത്തിമരം ബൈബിളിൽ കയറിയുണ്ടോ? അത്തിമരത്തിനും ബൈബിളിൽ ഞാൻ ഈ അത്തിമരത്തിനോട് ചെയ്തത് നിങ്ങൾ ഓരോരുത്തർക്കും. മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയാണ് 11:22, ദൈവത്തിൽ വിശ്വസിക്കുക. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഹൃദയത്തിൽ ശങ്കിക്കാതെ എന്ത് ചോദിച്ചാലും അത് നടക്കും, എന്ത് പറഞ്ഞാലും നടക്കും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. കണ്ടിന്യൂ. അതിനാൽ ഞാൻ പറയുന്നു, എല്ലാവരും, അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന
യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. ലഭിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പൊ പ്രാർത്ഥനയുടെ വലിയ ഒരു പ്രബോധനം തരാൻ വേണ്ടിയാണ് ഈ അത്തിമരത്തിനെ ഉണക്കിയത്. നമ്മൾ പഠിക്കുമ്പോൾ ലബോറട്ടറിയിൽ ചില സാധനങ്ങളെയൊക്കെ ഉണക്കി വെച്ചേക്കണ കണ്ടിട്ടില്ലേ? എന്തിനാ? നമ്മൾക്കത് സാമ്പിൾ കാണിച്ചു തരാൻ പറ്റി. എന്ന പോലെ ഇതൊരു വലിയ ലബോറട്ടറിയാണ്. ഈശോ അവിടെ ആ അത്തിമരത്തിനെ ഉണക്കിയിട്ട് പറയാണ്, ഞാൻ ഉണക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണങ്ങി. ആ എന്നിൽ നീ വിശ്വസിക്കുന്നുവോ? അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ ആരുണ്ട്? ദൈവം. അപ്പൊ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വസിക്കുക, അല്ലെങ്കിൽ ദൈവം വസിക്കുന്നു. എഫേസ്യർ 3:16 പറയുന്നുണ്ട്, വിശ്വാസം വഴി കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും. മതി. ഒന്നെല്ലാവരും പറഞ്ഞ, വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. എവിടെയോ ഇരിക്കുന്ന ഒരു കർത്താവിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മോടൊത്ത് സഹവസിക്കുന്ന കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. സൃഷ്ടാവായ ദൈവം. ആ സൃഷ്ടാവായ ദൈവത്തിൽ വിശ്വസിക്കുക. നമ്മളിൽ വസിക്കുന്ന ദൈവം നമ്മളിൽ വസിക്കുന്നു എന്ന് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുകയും ആരെങ്കിലും കംപ്ലീറ്റ് ഓക്കെ, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? എല്ലാവരും അറ്റത്തിരിക്കുന്ന കേൾക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും കേട്ടോ? കേൾക്കുന്നു എന്നുണ്ടെങ്കിൽ കൈവക്കുക. ഈ ജനലെ കാണിച്ചു. എവിടെയാ നമ്മള്? ആരെങ്കിലും. ഇവിടെ 3 കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളിൽ വസിക്കുന്നു. 2, നിങ്ങൾ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഞാനൊക്കെ പ്രാർത്ഥിച്ച് എന്താണ് നമുക്ക് ആ ലീഡറോട് പറയാം, അല്ലെങ്കിൽ അഭിഷേകമുള്ള അച്ഛന്മാരോട് പറയാം, അഭിഷിക്തരല്ലേ അവരോട് പറയാം, അല്ലെങ്കിൽ ബിഷപ്പിനോട് പറയാം, അല്ലെങ്കിൽ മാർപ്പാപ്പയോട് പറയാം. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിരിക്കണേ? ആരെങ്കിലും. 14 വയസ്സായ ഒരു കൊച്ചു ത്രേസ്യ പ്രാർത്ഥിച്ചപ്പോൾ ഇത്രയും വലിയ ഭീകര കൊലപാതകിയെ കർത്താവ് അവന്റെ പാപങ്ങൾ ക്ഷമിച്ച് മാനസാന്തരത്തിനുള്ള കൃപ കൊടുത്തു. ആരെങ്കിലും എന്നുള്ള വാക്കിനെ ഒന്ന് അടിവരയിട്ടെ. എന്നിട്ട് അതിന്റെ സൈഡിൽ നിങ്ങളുടെ പേര് വേണമെങ്കിൽ ചെറുത അക്ഷരത്തിൽ ഒന്ന് എഴുതി വെച്ചോ. ആരെങ്കിലും. പക്ഷേ ഹൃദയത്തിൽ ശങ്കിക്കാതെ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം തീർച്ചയായിട്ടും ലഭിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് മാറാൻ പറഞ്ഞാൽ എന്ന് മാത്രമല്ല, നിങ്ങൾ എന്ത് ചോദിച്ചാലും. അപ്പൊ എന്താണ് ഞാൻ അടുത്തത്? എന്തെങ്കിലും, ആരെങ്കിലും, എന്തെങ്കിലും. അത് പറഞ്ഞെല്ലാവരും, ആരെങ്കിലും, എന്തെങ്കിലും. ഒരു ബ്ലാങ്ക് ചെക്ക് നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മൾ അത്തിമരത്തിനെ ഫലം തരാത്തോണ്ട് ശപിച്ചു എന്നും പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ പഠനം കിട്ടുമോ നമുക്ക്? ഇത് നമ്മളെ വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ കാര്യങ്ങളാണ്. അപ്പസ്തോലന്മാർ ഈശോയോട് ചോദിച്ചു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഈശോ പറഞ്ഞു, നിങ്ങൾക്കൊരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ മരത്തോട് ഇവിടെ നിന്ന് കടയോടെ പിഴുത് ഇളകി കടലിൽ ചെന്ന്
വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ മരം നിങ്ങളെ അനുസരിക്കുമെന്ന്. ആ മരം നിങ്ങളെ അനുസരിക്കും. Praise the Lord. അത് നിങ്ങളെ അനുസരിക്കും. ആരനുസരിക്കും? ഈ മരത്തിന് ആത്മാവില്ല എങ്കിലും ആ മരം നിങ്ങളെ. അപ്പോ ഈ മരം കടയോടെ പിഴുത് സമുദ്രത്തിൽ വേരുറ, ഇതെല്ലാം അസ്വാഭാവികമായിട്ടുള്ള അതിസ്വാഭാവികമായ കാര്യങ്ങളാണ്. ആണോ അല്ലയോ? അങ്ങനെയുള്ള സൂപ്പർ നാച്ചുറൽ എന്റെ ദൈവമേ കാര്യങ്ങൾ പോലും നമ്മുടെ പ്രാർത്ഥനയിലൂടെ കർത്താവ് നടത്തും. ഹല്ലേലൂയ. ഇത്തരം ഒച്ചയിലും ആളുകൾക്ക് ഉറങ്ങാൻ പറ്റണമെങ്കിൽ വലിയൊരു വരമാണ്. ഉറങ്ങിക്കോ. ഞങ്ങൾ വേറൊരു വരം ഉപയോഗിച്ചോളാം. ഞങ്ങളൊരു വരം പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങുന്നവന്റെ ഉള്ളിലും കർത്താവ് വചനം തരുന്നു. അല്ലേ? നമുക്ക് ആ വരം ഉപയോഗിച്ച് ഇനി പ്രഘോഷിക്കാം. ഉറങ്ങുന്നവനും എന്താണ് ആ വചനം? അല്ല, നിദ്രയിലും സങ്കീർത്തനം 127 അവൾക്കത് അറിഞ്ഞുകൂടാ വചനം.